റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. റേഡിയോ മലയാളത്തിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ KS രവി, മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ സെക്രട്ടറി. പ്രവാസ ജീവിതത്തിനിടയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഭാഷാ പരിജ്ഞാനവും സംസ്കാരവും ചരിത്രബോധവും നിലനിർത്തുന്നതിനും പുതിയ വരും തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി നിലകൊള്ളുന്ന കേരള സർക്കാരിൻ്റെ മലയാളം മിഷൻ്റെ ഒരു ഭാഗമാകുവാൻ സാധിച്ചതിൽ പൂനെ മലയാളം മിഷൻ ചാപ്റ്റർ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. മലയാളം മിഷൻ പൂനെയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 6 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ കാലയളവിൽ പ്രവാസി മലയാളികളുടെ കുട്ടികളുടെ ചിന്താഗതിയിലും പ്രവൃത്തിയിലും സംസ്കാരത്തിലും കാര്യമായ മാറ്റങ്ങൾ വീക്ഷിക്കാൻ സാധിച്ചു. കൂടാതെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് അവരുടെ സർഗാത്മകത തെളിയിക്കുകയും ചെയ്തു. മലയാളം മിഷൻ പ്രവർത്തനത്തിലൂടെ അക്ഷരത്തിൻ്റെ ലോകത്ത് വിപ്ലവം തന്നെ സൃഷ്ടിക്കുവാൻ കൊച്ചു കേരളത്തിന് കഴിഞ്ഞു എന്നത് ചരിത്ര സംഭവമാണ്. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ നമ്മൾക്കൊപ്പം നമ്മുടെ സർക്കാരുമുണ്ട് എന്ന ധ്വനിയാണ് ഉയരുന്നത്. ഭാഷയിലൂടെ നമുക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി കരുതാം. ലോക മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ ചിന്താധാരകളെ ഒച്ചത്തിൽ വിളിച്ചു പറയാനുള്ള തുറന്ന വേദിയാണ് റേഡിയോ മലയാളം. അക്ഷരമുറ്റത്തെ അനേകം സർഗപ്രതിഭകൾക്ക് മേച്ചിൽ സ്ഥലം ഒരുക്കിക്കൊണ്ട് ഭൂമി മലയാളം എന്ന പേരിൽ പത്രം നിലവിലുള്ള കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം. ദൃഢമായ കാൽവെപ്പും വിശാലമായ കാഴ്ചപ്പാടുമാണ് പാഠ്യേതര വേദികൾ പ്രദാനം ചെയ്യുന്നതിലൂടെ വ്യക്തമാകുന്നത്. മഹാമാരി മൂലം ലോകം മുഴുവൻ മന്ദീഭവിച്ച ഈ അവസ്ഥയിലും മലയാളം മിഷന്റെ പ്രവർത്തനം ഒരു കോട്ടം കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജാ സൂസൻ ജോർജിൻ്റെ മികച്ച നേതൃത്വ പാടവത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും മികവ് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഭൂരിഭാഗം വരുന്ന അധ്യാപകരും വീട്ടമ്മമാരാണ്. അവരെ മികച്ച അധ്യാപകരായി വാർത്തെടുക്കുന്നതിൽ സേതുമാഷിൻ്റെയും ശശിമാഷിൻ്റെയും ആത്മാർത്ഥമായ സേവനം പ്രശംസനീയമാണ്. അതുപോലെ തന്നെ മലയാളം മിഷൻ ഓഫീസിലെ എല്ലാ സ്റ്റാഫംഗങ്ങളുടെയും അതിയായ സഹകരണം മിഷന്റെ പ്രവർത്തനങ്ങളെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ട്. അമ്മയുടെ മുലപ്പാലിലൂടെ മലയാളത്തിൻ്റെ മധുരം നുകർന്ന് ഇരട്ടി മധുരത്തോടെ എഴുത്തിൻ്റെ വഴിയിലൂടെ ലോകത്തിന് സമർപ്പിച്ച് ജ്ഞാനപീഠത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കിയ മലയാളത്തിൻ്റെ മഹാരഥന്മാർ തുറന്നു തന്ന വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ പ്രയാണത്തിന് വിരാമമിടാൻ നമുക്ക് കഴിയില്ല. തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകേണ്ട അറിവിൻ്റെ ദീപമാണ് അവർ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ദീപം അണയാതെ നമുക്ക് കാത്തുസൂക്ഷിക്കാം. നന്ദി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. സേവന മനോഭാവം എന്നത് തീർത്തും ഉദാത്തമായ ഒരു ഗുണമാണ്. നിറഞ്ഞ മനസ്സോടെ പ്രതിഫലേച്ഛയില്ലാതെ സമൂഹ നന്മയ്ക്കായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമ പൂനെ മലയാളികളുടെ പ്രിയങ്കരനും വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യം വഹിക്കുന്നതും മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ ജനറൽ കൗൺസിൽ ചെയർമാനുമായ ശ്രീമാൻ PV ഭാസ്കരൻ സാറിൻ്റെ മലയാളം മിഷനെ കുറിച്ചുള്ള പൊതുവീക്ഷണം നമുക്ക് ശ്രവിക്കാം. നമസ്കാരം. മലയാളികളുടെ പ്രവാസ ജീവിതത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി വിന്യസിച്ച് കിടക്കുന്ന മലയാളി സമൂഹം നാമമാത്രമായി മലയാളി എന്ന മേൽവിലാസത്തിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്
നമ്മൾ കടന്നു പോകുന്നത്. പലരും മാതൃഭാഷയായ മലയാളത്തിൽ നിന്ന് തനത് സംസ്കാരത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു. വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ഓണാഘോഷം ഒഴിച്ചാൽ എവിടെയാണ് ഒരാൾ തനി മലയാളിയാകുന്നത്? ഇതൊരു കുറ്റപ്പെടുത്തലല്ല. ജീവിത സാഹചര്യങ്ങൾ മറുനാടൻ മലയാളികൾക്ക് മൗലികമായ പല മൂല്യങ്ങളും നഷ്ടപ്പെടുത്തി എന്നതാണ് വസ്തുത. ഈ ഒരു നഷ്ടബോധത്തിൽ നിന്നാണ് അനേകം മലയാളി പ്രസ്ഥാനങ്ങൾ മറുനാടുകളിൽ ഉയർന്നു വന്നത്. മലയാളി സമാജങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ എന്നിവ പൈതൃകമായ സംസ്കാരങ്ങളെ തിരിച്ചുപിടിക്കാൻ ഒരു പരിധിവരെ സഹായകമായിട്ടുണ്ടെങ്കിലും അറിയപ്പെടാത്ത ചില അകൽച്ചകൾ എവിടെയൊക്കെയോ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. ചിന്തയിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും പല തട്ടുകളിലായി വിഭജിക്കപ്പെട്ടു. മറുനാട്ടിൽ മലയാളി എന്ന നമ്മുടെ മുഖമുദ്ര നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു. സാമൂഹ്യപരമായി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു മാറ്റമായിരുന്നു ഇത്. അല്ലെങ്കിൽ കാലത്തിൻ്റെ അനിവാര്യത എന്നും പറയേണ്ടി വന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭാഷ എന്ന മാസ്മരിക ചരടിലൂടെ കോർത്തിണക്കാൻ കഴിഞ്ഞതാണ് മലയാള മിഷൻ പ്രവർത്തനത്തിൻ്റെ പ്രധാന നേട്ടമെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ വരും തലമുറയ്ക്ക് മലയാള ഭാഷയിലൂടെ അവരുടെ തായ് വേരുകൾ കണ്ടെത്താൻ കഴിയുമെന്നതിലും സംശയമില്ല. ശ്രേഷ്ഠ ഭാഷാ പദവി കൈവരിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ മഹിമ മറുനാടൻ മലയാളികളിലൂടെ ലോകം അറിയണം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ മലയാളം മിഷൻ ആരംഭിച്ചത് തന്നെ മറുനാടൻ മലയാളികളുടെ വരദാനമായി കരുതേണ്ടിയിരിക്കുന്നു. ഈ മഹാദൗത്യത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് നമ്മുടെ ഭാഗ്യവുമാണ്. കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് പൂനെയുടേത്. ചരിത്രമുറങ്ങുന്ന അവതാര പുരുഷന്മാരുടെ നാടായ പൂനെയിൽ മലയാള ഭാഷയ്ക്കും ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞത് മലയാള മിഷൻ പ്രവർത്തനത്തിൻ്റെ നേട്ടമാണ്. നമുക്ക് മുന്നേ കടന്നുപോയ ഒരു തലമുറ കെട്ടിപ്പടുത്ത മലയാളി പ്രസ്ഥാനങ്ങളുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് മലയാളത്തെ സ്നേഹിക്കുന്ന, കേരളീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന പുത്തൻ തലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട്. ഭാഷയ്ക്കപ്പുറം മഹത്തായ ഒരു സംസ്കാരത്തെയാണ് മിഷൻ പ്രവർത്തനത്തിലൂടെ വളർത്തിയെടുക്കുന്നത്. ഈ ഗുരുകുലത്തിലെ സന്തതി പരമ്പരകൾ മലയാളി പ്രസ്ഥാനങ്ങളുടെ മുഖ്യധാരാ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സംഘടനകളുടെ ഉദ്ദേശശുദ്ധിയാണ് തെളിയിക്കപ്പെടുന്നത്. മാതൃഭാഷയായ മലയാളത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഓരോ മലയാളിക്കും കഴിയണം. മലയാളം പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. നന്ദി. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. മലയാളം മിഷൻ പൂനെയുടെ തുടക്കക്കാരിൽ ഒരാൾ. വിവിധ സംഘടനകളുടെ നേതൃത്വ സ്ഥാനത്തിരുന്ന് മലയാളികളുടെ മനസ്സറിഞ്ഞ വ്യക്തിത്വം. മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ശ്രീമാൻ ശശിധരൻ ബി നായർ മലയാളം മിഷനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രവിക്കാം. ലോകമെമ്പാടുമുള്ള മലയാള ഭാഷാപ്രേമികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ മാതൃഭാഷയായ മലയാളം കേരള സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ മലയാളം മിഷൻ എന്ന പ്രസ്ഥാനത്തിലൂടെ എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന മുദ്രാവാക്യവുമായി ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ പഠനവും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നതിൽ മലയാളി സമൂഹത്തിന് അഭിമാനിക്കാം. ഒരു സമൂഹം സാംസ്കാരികമായും സാമൂഹികമായും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് തനതായ മാതൃഭാഷയിലൂടെ മാത്രമേ അതിൻ്റെ ലക്ഷ്യവും പൂർണ്ണതയും കൈവരിക്കാനാകൂ. പൂനെയിൽ മലയാളം മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നതിനായി 2014 മാർച്ച് മാസത്തിൽ അന്നത്തെ രജിസ്ട്രാർ ശ്രീ സുധാകരൻ പിള്ള സാറിൻ്റെ നിർദ്ദേശപ്രകാരം സാംസ്കാരിക സാമൂഹ്യ സംഘടനാ പ്രതിനിധികളെ ക്ഷണിച്ച് കേരള സമാജം കടിക്കയുടെ നേതൃത്വത്തിൽ പ്രഥമ യോഗം ചേരുകയുണ്ടായി. തുടർന്ന് ഇതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇതേ വർഷം തന്നെ ജൂൺ 30 സെൻറ് തോമസ് സ്കൂൾ കടിക്കിൽ വച്ച് പൂനെയിലെ മിഷൻ്റെ പ്രവർത്തനം ശ്രീമാൻ ജി മധുസൂദനൻ റിട്ടയർഡ് IAS അവർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു.
പൂനെയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശസ്തരായ ഡോക്ടർ BV ബാനു, ഡോക്ടർ സാമുവൽ, പ്രൊഫസർ Y മത്തായി തുടങ്ങിയ മാന്യവ്യക്തികളുടെ ഉപദേശങ്ങളും സഹകരണവും തുടക്കം മുതലേ പൂനെയിലെ പ്രവർത്തനത്തിന് അനുഗ്രഹീതമാണ്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായ പൂന വ്യാവസായികമായും വിദ്യാഭ്യാസപരമായും ഭാരതത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നു. സാംസ്കാരിക വേദികളിൽ മറാഠ സംസ്കാര കൂട്ടായ്മകളും മറുനാട്ടുകാരുടെ സാംസ്കാരിക കൂട്ടായ്മകളും പ്രത്യേകിച്ച് മലയാളി സംഘടനകളും മലയാളം മിഷനും ഇവിടെ വളരെ നല്ല നിലവാരത്തിൽ പ്രവർത്തിച്ചു വരുന്നു. മലയാള നാട്ടിലെ എല്ലാവിധ ആഘോഷങ്ങളും തനിമ നഷ്ടപ്പെടാതെ തന്നെ മലയാളി സാംസ്കാരിക സാമൂഹിക സംഘടനകൾ പൂർവാധികം ഭംഗിയായി സംഘടിപ്പിച്ചു വരുന്നു. ഒട്ടുമിക്ക സംഘടനകളും മലയാളം മിഷൻ പഠിതാക്കളെ പരിപാടിയിൽ ഉൾപ്പെടുത്തി അവർക്ക് പ്രചോദനവും പാരിതോഷികവും നൽകി ആദരിക്കുന്നത് സമൂഹത്തിലെ മറ്റു കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും പ്രചോദനം നൽകുന്നു. പൂനെയിലെ മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം മിഷൻ പിന്നിട്ട 6 വർഷം ഓർത്തു നോക്കുമ്പോൾ വളരെ അഭിമാനാർഹമാണ്. ഏകദേശം 5 ലക്ഷത്തോളം മലയാളികളുള്ള പൂനെയിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ആയി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലെ മലയാളി സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെയും മറ്റു പ്രശസ്ത വ്യക്തികളുടെയും സഹകരണത്തോടെ പഠിതാക്കളുടെ എണ്ണത്തിലും പഠനകേന്ദ്രങ്ങളുടെ എണ്ണത്തിലും വർഷം തോറും പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. സാംസ്കാരിക വേദികളിൽ പഠിതാക്കളുടെ പങ്കാളിത്തവും അവരുടെ തനതായ കഴിവും പ്രദർശിപ്പിക്കുന്നതിനായി ആണ്ടുതോറും മലയാളോത്സവം സംഘടിപ്പിക്കുകയും ആയതിലേക്ക് വിധികർത്താക്കളായി കേരളത്തിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളെ ക്ഷണിച്ചു വരുത്തി പരിപാടിയിലെ ഓരോ ഐറ്റവും വിലയിരുത്തി വേണ്ടതായ ഉപദേശങ്ങളും പ്രചോദനവും നൽകി വരുന്നു. കേരളീയ സാംസ്കാരിക മൂല്യങ്ങൾ പഠിതാക്കൾക്കും മറ്റുള്ളവർക്കും പകർന്നു നൽകുന്നതിനായി പ്രൊഫസർ VN മുരളി, നോവലിസ്റ്റ് സേതു, പ്രൊഫസർ മധുസൂദനൻ നായർ, മുരുകൻ കാട്ടാക്കട, പ്രണവം ശശി എന്നീ വിശിഷ്ട വ്യക്തികളെ പ്രത്യേകം ക്ഷണിച്ച് ഓരോ വാർഷിക പരിപാടികളിൽ പങ്കെടുപ്പിച്ചു വന്നിരുന്നു. പൂനെയിലെ മലയാളം മിഷൻ പ്രവർത്തനത്തിന് ഔന്ത് റോഡിലെ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ ലഭിച്ച ഓഫീസ് സൗകര്യവും മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും നടത്തുന്നതിനുള്ള ഹാളും മിഷൻ്റെ പ്രവർത്തനത്തിന് അനുഗ്രഹീതമാണ്. തിരുവനന്തപുരത്ത് നിന്നും അനുവദിച്ച മലയാളം ലൈബ്രറി ഇവിടെയും മറ്റു പഠനകേന്ദ്രങ്ങളിലും പഠിതാക്കൾക്ക് ഉപകാരപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. ലോകമെമ്പാടുമുള്ള പഠിതാക്കൾക്കും അധ്യാപകർക്കുമായി മലയാളം മിഷൻ സംഘടിപ്പിക്കുന്ന വിവിധ മത്സരങ്ങളിൽ ഒട്ടുമിക്കവാറും പൂനെയെ പ്രതിനിധീകരിക്കുന്നവർ സമ്മാനാർഹരാകാറുണ്ട്. പ്രളയാനന്തരം ദുരിതമനുഭവിച്ചു വരുന്നവരുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ പ്രത്യേകിച്ചും മലയാളം മിഷൻ്റെയും അഭ്യർത്ഥന മാനിച്ച് ചങ്ങാതിക്കുടുക്കയിലൂടെ പഠിതാക്കൾ സമാഹരിച്ച തുകയും ഉൾപ്പെടെ 50,000 രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയുണ്ടായി. COVID-19 മൂലം അതിജീവനത്തിൻ്റെ പാതയിൽ ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്കായി പൂന മലയാളം മിഷൻ്റെ ഹെൽപ്പ് ഡെസ്ക് വഴി അപേക്ഷിക്കുന്നവർക്ക് വേണ്ടതായ സഹായം നൽകി വരുന്നു. കാലാകാലങ്ങളിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച സേവന സന്നദ്ധരായ അധ്യാപകരുടെയും ആത്മാർത്ഥതയും അർപ്പണ മനോഭാവമുള്ള മിഷൻ ഭാരവാഹികളുടെയും സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെയും പഠനകേന്ദ്രം ഭാരവാഹികളുടെയും കൂട്ടുത്തരവാദിത്വവും അർപ്പണ മനോഭാവവും ഞങ്ങൾ പിന്നിട്ട പ്രവർത്തന വഴികളെ എന്നെന്നും സ്മരണീയമാക്കുന്നു. അതിലുപരി സംഘടനാ പ്രവർത്തനത്തിലും പരിശീലനത്തിലും മിഷൻ ഭാരവാഹികളായ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ്, രജിസ്ട്രാർ സിമൻ, സേതുമാധവൻ സർ, ഭാഷാധ്യാപകൻ ഡോക്ടർ ശശി MD ഇവരുടെ കൂട്ടായ പ്രവർത്തനവും ഉപദേശങ്ങളും വളരെ സ്തുത്യർഹമാണ്. കുടുംബ സദസ്സുകളിലും പൊതുവെ മലയാളികൾ മാത്രം കൂടുന്ന വേളകളിലും പരസ്പരം മലയാളം മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് രക്ഷകർത്താക്കളെ പല വേദികളിലും ഓർമ്മപ്പെടുത്താറുണ്ട്. ലോകം ഇന്ന് നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നം കണക്കിലെടുത്ത് പഠിതാക്കളെയും മിഷൻ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് 2018 മുതൽ ഒരു തൈ നടാം നമുക്ക് നമ്മുടെ നാളേക്കായി എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് പൂന മലയാളം മിഷൻ്റെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി നടപ്പാക്കി വരുന്നു. നല്ല പ്രവർത്തനവും തുടർന്ന് റിപ്പോർട്ടും നൽകുന്നവർക്ക് പാരിതോഷികവും നൽകി വരുന്നു. മലയാളി സാന്നിധ്യമുള്ള രാജ്യങ്ങളിൽ എമ്പാടും പ്രവർത്തനം വ്യാപിച്ചു മുന്നേറുന്ന മലയാളം മിഷൻ എന്ന വടവൃക്ഷത്തിൻ്റെ ചെറിയൊരു ഭാഗമാകുന്നതിന് സാധിച്ചതിൽ പൂന ചാപ്റ്റർ എന്നും അഭിമാനം കൊള്ളുന്നു. ലോകമെമ്പാടുമുള്ള മലയാള ഭാഷാ പ്രേമികൾക്കും മിഷൻ്റെ തിരുവനന്തപുരം പ്രവർത്തകർക്കും റേഡിയോ മലയാളം പ്രവർത്തകർക്കും പൂന ചാപ്റ്ററിൻ്റെ പ്രണാമം. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. ബിരുദാനന്തര ബിരുദം, ഔദ്യോഗിക ജീവിതത്തിലെ നീണ്ട കാലപരിചയം, വിശ്രമ ജീവിതം, മാതൃഭാഷയായ മലയാളത്തിനു വേണ്ടി മാറ്റിവെച്ച
ഡോക്ടർ ടി.പി. മോഹൻദാസ് പൂനെ ചാപ്റ്ററിന്റെ വിദഗ്ധ സമിതി അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം. മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ അക്കാദമിക ദൃഷ്ടിയിൽ പൂനെ നഗരത്തിലും ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലുമായി ഏതാണ്ട് 4 ലക്ഷം മലയാളി പ്രവാസികൾ NRKs ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇവരിലൊരു 10% പേരെങ്കിലും നമ്മുടെ മാതൃഭാഷയും അത് പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരവുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്തവരാണെന്ന് കരുതുന്നതിൽ വലിയ അതിശയോക്തിയൊന്നും ഉണ്ടാകാനിടയില്ല. ഈ ബന്ധം സ്ഥാപിക്കുവാൻ അവരിൽ ഭൂരിപക്ഷം പേരെയും സഹായിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ശ്രമം വിജയിച്ചുവെന്ന് നമുക്ക് ആശ്വസിക്കാം. ഇത് പറയുവാൻ എളുപ്പമാണെങ്കിലും ചെയ്യുവാൻ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരുമെന്ന് ഇപ്പോൾ നമുക്കൊക്കെ സുവ്യക്തമാണല്ലോ. അപ്പോൾ വിദേശി പ്രവാസി മലയാളികൾ എന്തിനാണ് മലയാള ഭാഷയെയും സംസ്കാരത്തെയും അറിഞ്ഞിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും എന്നൊരു ചോദ്യം പ്രസക്തമാകുമല്ലോ. ഇവിടെ ജനിച്ചു വളരുന്നവർ ഇവിടുത്തെ ഭാഷയും സംസ്കാരവും മനസ്സിലാക്കിയാൽ മതിയെന്ന് നല്ലൊരു ശതമാനം ആൾക്കാർ വിശ്വസിക്കുന്നു. ഇതിൽ കുറേ വസ്തുതയും ഇല്ലാതില്ല. അവനവൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ ഏവരും അറിഞ്ഞിരിക്കണം, അതിനെ ബഹുമാനിക്കണം. സ്വന്തമായി നല്ലൊരു സംസ്കാരത്തിൻ്റെ ഉടമയായ ഒരാൾ മറ്റു സംസ്കാരങ്ങളെ തുറന്ന ഹൃദയത്തോടെ സമീപിക്കുകയും ആദരിക്കുകയും ചെയ്യും. മാത്രമല്ല, ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പ്രത്യക്ഷത്തിൽ വിഭിന്നമാണെന്ന് തോന്നിയേക്കാവുന്ന എല്ലാ സംസ്കാരങ്ങളും ബൃഹത്തായ മഹനീയമായ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവയാണ്, അതിൻ്റെ ഭാഗവുമാണ്. എന്നാൽ ഓരോ വിഭാഗത്തിനും തനതായ വേറെ വേറെ സംസ്കാരവും കലകളും ചരിത്രവും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അനേകം തലമുറകളായി ഇവയൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ പൈതൃകത്തെ നമ്മുടെ കോശങ്ങൾ ഓരോന്നും തിരിച്ചറിയുന്നു. അതിനോട് നമുക്ക് എന്നും ഒരു പ്രത്യേക വാത്സല്യവും ഉണ്ടാകും. ചരിത്രശാസ്ത്രജ്ഞന്മാരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണിത്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പ്രവർത്തനത്തിനെയാണ്. മലയാളം മിഷൻ പൂനെ ഇക്കാര്യത്തിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നും നമ്മൾ എവിടെ എത്തിയെന്നും വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഞാനത് ആവർത്തിക്കുന്നില്ല. വിരസത ഒഴിവാക്കേണ്ടതുണ്ടല്ലോ. കണിക്കൊന്ന, സൂര്യകാന്തി, ആമ്പൽ ക്ലാസുകൾ ഇപ്പോൾ പൂനെ ചാപ്റ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നീലക്കുറിഞ്ഞിയും ഈ ഹാരത്തിൽ കോർക്കപ്പെടും താമസിയാതെ എന്നുറപ്പാണ്. ബന്ധപ്പെട്ട പഠനോത്സവങ്ങളും പ്രവേശനോത്സവങ്ങളുമൊക്കെ യഥാസമയം നടന്നുകൊണ്ടുമിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തോളം പകർച്ചവ്യാധി മൂലം ഏറെ ശ്രമകരമായിരുന്നു നമ്മുടെ പ്രവൃത്തികൾ. ആദ്യത്തെ 2-3 മാസങ്ങളുടെ സംഭ്രാന്തിക്കു ശേഷം പൂനെ ചാപ്റ്ററിന് സമയോചിതമായി ഉയരുവാൻ സാധിച്ചു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഓൺലൈൻ പഠന പദ്ധതികൾ നടപ്പാക്കുന്നതിലും എല്ലാ പാഠങ്ങളും അനായാസനമായും കാര്യക്ഷമതയോടുകൂടിയും പഠിപ്പിക്കുവാൻ വേണ്ടുന്ന ഉയർന്ന നിലവാരമുള്ള വീഡിയോകൾ ഉണ്ടാക്കുവാൻ സാധിച്ചതിനാലും കാര്യങ്ങൾ താരതമ്യേന എളുപ്പമായി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഈ അധ്യാപന രീതിയെ സഹർഷം സ്വീകരിച്ചതായാണ് മനസ്സിലാകുന്നത്. പഠന നിലവാരം ഉയർത്തുവാനും ഏകീകരിക്കുവാനും ഈ വീഡിയോകൾക്ക് സാധിച്ചു. ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി അശ്രാന്തം പ്രവർത്തിച്ച നമ്മുടെ ടീച്ചർമാരെ എത്ര പ്രശംസിച്ചാലും അധികമാവില്ല. ഇത്ര അർപ്പണബോധവും പ്രാപ്തിയുമുള്ള ടീച്ചർമാർ നമുക്കിടയിലുള്ളപ്പോൾ ഭാവിയിലും ഏത് ഗൗരവ പ്രശ്നത്തെയും സധീരം നേരിടുവാൻ നമുക്ക് കഴിയും. ഇവർ തന്നെയാണ് നമ്മുടെ മിഷൻ്റെ നട്ടെല്ല്. എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ, ഞാനൊരു വീട്ടമ്മ മാത്രമാണ്, ഐ എം ഓൺലി എ ഹൗസ് വൈഫ് എന്ന് വളരെ എളിമയോടെ മറുപടി പറയുന്ന ഈ അമ്മമാരിൽ എത്രമാത്രം കഴിവുകൾ അന്തർലീനമായി കിടക്കുന്നുവെന്നതിന് വലിയൊരു തെളിവാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം. പൂനെ ചാപ്റ്ററിന് വരും വർഷങ്ങളിൽ പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോകുവാൻ സർവേശ്വരൻ്റെ അനുഗ്രഹവും തുടർന്നും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥനയോടെ ടി.പി. മോഹൻദാസ്. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.
മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. പൂനെ മലയാളികളുടെ പെൺകരുത്ത്. സാമൂഹിക കലാരംഗത്തെ അനുഭവ പാഠവം. മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിന്റെ വൈസ് പ്രസിഡന്റും മലയാളം മിഷൻ അധ്യാപികയുമായ ശ്രീമതി സരസമ്മ വിജയകുമാറിന്റെ വാക്കുകൾ തീർച്ചയായും പ്രചോദനമായിരിക്കും. എന്തിന് മലയാളം? ഒരു മലയാളി എന്ന് പറയുന്നതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മാതൃഭാഷയായ മലയാളത്തെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എല്ലാ ഭാഷകൾക്കും അതിൻ്റേതായ സൗന്ദര്യവും ലാളിത്യവും ഉണ്ടെങ്കിലും സ്വന്തം ഭാഷയോടുള്ള താല്പര്യം അതൊന്ന് വേറെ തന്നെയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നാണല്ലോ പറയുക. അങ്ങനെയുള്ള നമ്മളുടെ മാതൃഭാഷയെ ധിക്കരിക്കുന്നത് സ്വന്തം അമ്മയെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. മലയാള ഭാഷ പഠിക്കുക എന്നത് നമ്മുടെ കടമയല്ല, മറിച്ച് നമ്മുടെ സ്വാർത്ഥതയാണ്. ഒരു മലയാളിയുടെ നാവിൽ ഏത് ഭാഷയും വഴങ്ങും എന്നത് സത്യമല്ലേ? അതുകൊണ്ട് തന്നെ ഒരു മലയാളി ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ഭാഷ ക്ഷണനേരം കൊണ്ട് തന്നെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. പ്രവാസികളായ നാം സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം ഭാഷയിൽ നിന്നും അകന്ന് വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരാണ്. കേരളത്തിന് പുറത്ത് സ്ഥിരതാമസമാക്കുന്നതോടുകൂടി കുട്ടികൾ അവിടുത്തെ ഭാഷ പഠിക്കുകയും അവരുടെ മാതൃഭാഷയിൽ നിന്നും അകന്നകന്ന് പോകുന്നതുമായ കാഴ്ചയാണ് നാം കാണുന്നത്. മലയാളികളുടെ മാതൃഭാഷയായ മലയാളം ഇന്ന് മലയാളികളാൽ തന്നെ അവഗണിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. മാതൃഭാഷയെ പുച്ഛിക്കുന്നവർ മലയാളത്തിൻ്റെ മഹത്വം അറിയാത്തവരാണ്. എന്നാൽ എന്തിനു കുട്ടികൾ മലയാളം പഠിക്കണം എന്ന് ചോദിച്ചാൽ, വരും തലമുറ മലയാള ഭാഷ, സാഹിത്യം, സംസ്കാരം, ചരിത്രം എന്നിവ ഉൾക്കൊണ്ട് വേണം വളരാൻ എന്നതുകൊണ്ട് തന്നെ ഭാഷാ പഠനം അനിവാര്യമാണ്. ഭാഷയുടെ വിവിധ വ്യവഹാര രൂപങ്ങൾ കേട്ടും വായിച്ചും തൻ്റേതായ രീതിയിൽ ആശയം മനസ്സിലാക്കുവാനും സ്വന്തം ആശയങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവ അനുയോജ്യമായ രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും എഴുതി അവതരിപ്പിക്കാനുള്ള കഴിവുകൾ നേടാനാണ് ഭാഷാ പഠനം കൂടുതൽ സഹായിക്കുന്നത്. ലോകമെമ്പാടും മലയാള ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 2008 ഒക്ടോബർ മാസത്തിൽ മലയാളം മിഷൻ എന്ന പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. ഇന്നിപ്പോൾ മലയാളം മിഷൻ്റെ സഹായം കൊണ്ട് തന്നെയാണ് നമ്മളുടെ കുട്ടികൾ മലയാള ഭാഷ തൻ്റെ ജന്മനാടിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ നാടിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുവാനും അവയെ വികസിപ്പിക്കുവാനുമുള്ള കഴിവ് നേടാനും സാധിച്ചത്. നിത്യജീവിതത്തിൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള ശേഷി നേടുക എന്നതും ഭാഷാ പഠനത്തിൻ്റെ അനിവാര്യ നേട്ടമാണ്. മലയാളം മിഷൻ്റെ വിവിധ കോഴ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പഠിതാക്കൾ കഥ, കവിത, വിവരണം, ആസ്വാദനം, പത്ര റിപ്പോർട്ടുകൾ എന്നിങ്ങനെ എല്ലാ വ്യവഹാര രൂപങ്ങളിലും അവരുടെ കഴിവ് തെളിയിച്ചു മുന്നേറുകയാണ്. മലയാള ഭാഷാ പഠനത്തിലൂടെ പുതിയതും സുന്ദരവുമായ ലോകം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്രമാത്രം ഈടുറ്റ ലേഖനങ്ങളും കവിതകളും ഗ്രന്ഥങ്ങളുമാണ് മലയാള ഭാഷയ്ക്ക് അവകാശപ്പെടാനുള്ളത്. മലയാളം പഠിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നവരാണ് മലയാളികളിൽ അധികം പേരും. എന്നാൽ മലയാളികളായ ധാരാളം പ്രഗത്ഭന്മാർ ലോകത്തിന് നൽകിയ സംഭാവനകളും ചെറുതൊന്നുമല്ല. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. സ്വന്തം ഭാഷയും ലിപിയും മാനദണ്ഡമാക്കി യുനെസ്കോ തയ്യാറാക്കിയ ഭാഷാ പട്ടികയിൽ 26ാം സ്ഥാനമാണ് നമ്മുടെ ഭാഷയ്ക്കുള്ളതെന്നും അഭിമാനാർഹമാണ്. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന മുദ്രാവാക്യത്തോടുകൂടി നമുക്ക് മുന്നേറാം. എല്ലാ മലയാള മിഷൻ പ്രവർത്തകർക്കും റേഡിയോ മലയാളം ശ്രോതാക്കൾക്കും ഭാരവാഹികൾക്കും പൂനെ ചാപ്റ്ററിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൈമുതലായ വ്യക്തിത്വം. അക്ഷരങ്ങളെയും വാക്കുകളെയും പാട്ടിൻ്റെയും കഥയുടെയും രൂപത്തിൽ
വിദ്യാർത്ഥി മനസ്സിലേക്ക് എത്തിക്കുവാൻ അസാമാന്യ കഴിവ്. മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ ഖജാൻജി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. എന്നെ ശ്രവിക്കുന്ന റേഡിയോ മലയാളത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എൻ്റെ പേര് പ്രകാശ് മത്തായി. മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൽ ഖജാൻജിയും സെൻറ് മേരീസ് ചർച്ച് ദഹ്റോഡ് പഠന കേന്ദ്രത്തിലെ ഒരു അധ്യാപകനും കൂടിയാണ്. ഇന്ന് ഞാൻ ഭാഷയുടെ കടമ്പകൾ എന്ന വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് മലയാളം മിഷൻ. സ്വന്തം നാട്ടിൽ നിന്നും മലയാള ഭാഷയിൽ നിന്നും അകന്ന് വിവിധ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്നവരാണ് പ്രവാസി മലയാളികൾ. അതുകൊണ്ട് തന്നെ വീടൊഴികെയുള്ളിടത്തെല്ലാം ഹിന്ദിയോ ഇംഗ്ലീഷിലോ മറ്റേതെങ്കിലും ഭാഷയോ പ്രവാസികൾക്ക് സംസാരിക്കേണ്ടി വരുന്നു. ജന്മനാടിനോടും മാതൃഭാഷയോടുമുള്ള കാൽപ്പനികവും ഗ്രഹാതുരത്വം നിറഞ്ഞതുമായ അഭിനിവേശമാണ് പ്രവാസികളിൽ തങ്ങളുടെ മക്കളെ മലയാളം പഠിപ്പിക്കണമെന്ന ആഗ്രഹം ഉടലെടുത്തത്. മാതൃഭാഷയും സംസ്കാരവുമായുള്ള സവിശേഷ ബന്ധം നിലനിർത്താനും വരും തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാനുമുള്ള ആഗ്രഹം നിമിത്തം വളരെ ലളിതമായ വിധത്തിൽ മലയാള ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ട്. ഈ മലയാളം മിഷന്റെ പ്രവർത്തനം പൂനെയിലും 6 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറുനാട്ടിൽ എത്തിപ്പെടുന്ന മലയാളികൾക്ക് മക്കളുടെ മാതൃഭാഷാ പഠനം ഫലപ്രദമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാതൊരു പ്രതിഫലവുമില്ലാതെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകരെ എത്ര അഭിനന്ദിച്ചാലും അത് അധികമാവില്ല. ഭാഷാ പഠനം കേവലം വായിക്കാനും എഴുതാനുമുള്ള ഉപാധിയായിട്ടല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ സംസ്കാരം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നതും നമ്മുടെ ലക്ഷ്യമാണ്. മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷ എന്ന അംഗീകാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ അംഗീകാരം നേടിയെടുക്കുന്നതിന് പല കടമ്പകളും കടക്കേണ്ടതുണ്ടായിരുന്നു. ഭാഷയ്ക്ക് 2000 വർഷം പഴക്കം വേണമെന്ന കേന്ദ്ര നിയമത്തിൻ്റെ കടമ്പകൾ കടന്ന് നമ്മുടെ അമ്മ മലയാളം ശ്രേഷ്ഠ പദവിയിലേക്ക് കടന്നിരിക്കുന്നു. ഇത് ഓരോ മലയാളിക്കും അഭിമാന നിമിഷമാണ്. മലയാളത്തിന് ലഭിച്ച ശ്രേഷ്ഠ പദവി കേരളത്തിന് മാത്രമല്ല, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലും മാതൃഭാഷ മലയാളം തന്നെയാണ്. കന്നഡ, തെലുങ്ക്, തമിഴ് തുടങ്ങിയ ദ്രാവിഡ ഭാഷകളെ പോലെ തന്നെ പ്രാചീനമായ ചരിത്രമുള്ള മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവിക്ക് അർഹമാണ്. മലയാളത്തിൻ്റെ മഹത്വത്തെപ്പറ്റി വിശദീകരിക്കുവാൻ വിദഗ്ധർ മുന്നോട്ട് വച്ച ഒരു വസ്തുത കേരളത്തിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ലിഖിതമായ വാഴപ്പള്ളി ശാസനമാണ്. AD 832 വാഴപ്പള്ളി ശാസനം എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രേഷ്ഠ ഭാഷാ പദവിക്ക് മാനദണ്ഡം ഭാഷയുടെ പഴക്കം മാത്രമാകരുതെന്നും ആ ഭാഷ ഉൾക്കൊള്ളുന്ന സാഹിത്യ സമ്പത്ത് കൂടി പരിഗണിക്കണമെന്നും സാഹിത്യ സമ്പത്തിനാൽ സമ്പന്നമായ നമ്മുടെ ഭാഷ മറ്റു ഭാഷകൾക്ക് മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതി മലയാള ഭാഷയ്ക്ക് ഇല്ല. ലോക സാഹിത്യത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രതിഭാശാലികൾ വിരാജിക്കുന്നത് മലയാള സാഹിത്യത്തിലാണ്. ഭാഷ സ്വയം നവീകരിക്കപ്പെടുന്നു. അത് സംസ്കാരത്തിൻ്റെ ഹൃദയനാദമാണ്. മലയാളത്തെ കമ്പ്യൂട്ടർ ഭാഷയാക്കി വികസിപ്പിക്കുവാനുള്ള നടപടികൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭരണകൂടങ്ങളും അക്കാദമിക് വിദഗ്ധരും സർവകലാശാലകൾ അടക്കമുള്ള സംവിധാനങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ചില വ്യക്തികളും ചില സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് സാങ്കേതികവിദ്യയും ഭാഷയെയും ബന്ധിപ്പിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയുവാൻ കഴിയുക. മലയാള ഭാഷയുടെ നിലനിൽപ്പ് ഭാവിയിൽ സുരക്ഷിതമാക്കുവാനുള്ള മാർഗങ്ങളിലൊന്ന് മലയാളത്തെ കമ്പ്യൂട്ടർ ഭാഷയാക്കി മാറ്റുക എന്നുള്ളതാണ്. 7 കടലിനക്കരെ പോയാലും മലയാളി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹങ്ങളിലൊന്നാണ് മാതൃഭാഷയുടെ നാട്ടുപച്ച തണുപ്പ്. അതുകൊണ്ട് തന്നെ അവരുടെ വലിയ വേവലാതി അന്യനാട്ടിൽ വളരുന്ന മക്കൾക്ക് മലയാളം അറിയില്ല എന്നതാണ്. ലോകമെമ്പാടുമുള്ള പുതുതലമുറ മലയാളികൾക്ക് മലയാള ഭാഷയും സാഹിത്യവും അന്യമാകാതിരിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമമാണ് മലയാളം മിഷൻ. മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൽ ജനിച്ചു വളർന്ന പ്രവാസി കുട്ടികളും വ്യത്യസ്തരല്ല. തങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ ഭാഷയാണ് അവർ ഹൃദയസ്ഥമാക്കിയിട്ടുള്ളത്. മാതൃഭാഷയുടെ സ്വീകാര്യത തങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കൂടി തങ്ങൾ കേട്ടു വളർന്ന ഭാഷയേക്കാൾ കഠിനമായിരിക്കുന്നു അത്. അങ്ങനെയുള്ള നമ്മുടെ മാതൃഭാഷ പാട്ടുകളായി, പഴങ്കഥകളായി, കത്തുകളായി, യാത്രാ വിവരണങ്ങളായി, നാടകങ്ങളായി, നൃത്തരൂപങ്ങളായി ഒക്കെ അവരുടെ അന്തർധാരയിൽ അലിഞ്ഞുചേരുന്ന മധുകണമായി പെയ്തിറങ്ങാൻ ഞങ്ങൾ പൂനെ ചാപ്റ്ററിലെ അധ്യാപകരും
ചാപ്റ്റർ ഭാരവാഹികളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. കേരള സർക്കാർ മലയാളം മിഷനു വേണ്ടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള പരിശീലന പരിപാടികളിൽ നിന്ന് ലഭിച്ച അറിവ് പൂനെയിലെ മലയാളം മിഷൻ അധ്യാപകർക്ക് പകർന്നു നൽകി. പഠനസിരാ കേന്ദ്രത്തിലെ നിറസാന്നിധ്യം. പൂനെ ചാപ്റ്റർ കൺവീനറായ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തെന്ന് നോക്കാം. ഞാൻ വേണുഗോപാലൻ, മലയാളം മിഷൻ പൂനെ ചാപ്റ്റർ കൺവീനർ. ഏത് മിഷൻ പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് സാധിക്കുവാൻ തക്കവിധത്തിലുള്ള ആസൂത്രണങ്ങളും ഉണ്ടാകും. മലയാള മിഷൻ പ്രധാനമായും പ്രവർത്തിക്കുന്നത് പ്രവാസികളായ മലയാളി കുട്ടികളെ ഉദ്ദേശിച്ചാണ്. അവർക്ക് പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്നോ പലപ്പോഴും വീടുകളിൽ നിന്ന് പോലുമോ മലയാള ഭാഷ കേൾക്കാനും പഠിക്കാനും അവസരം ഉണ്ടാകുന്നില്ല. അവരിൽ മാതൃഭാഷാ സ്നേഹവും അഭിമാനവും ഉണ്ടാക്കുകയും മാതൃഭാഷ പഠിപ്പിക്കുകയുമാണ് മിഷന്റെ പ്രഖ്യാപിത ലക്ഷ്യം. മലയാള മിഷൻ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുവാൻ പലതരം വിഷമങ്ങളും നേരിടേണ്ടതുണ്ട്. ഇത്തരം വിഷമങ്ങൾ അനായാസമായി തരണം ചെയ്യാൻ കഴിയുന്നുവെന്നതാണ് മിഷന്റെ അനുഭവം. ഇത്തരമൊരു അനുഭവത്തിന് പ്രചോദനമായി നിൽക്കുന്നത് സന്നദ്ധ സംഘടനകളും സാംസ്കാരിക സമിതികളും ആത്മീയ വിദ്യാകേന്ദ്രങ്ങളും കാണിക്കുന്ന നിർലോഭമായ സഹകരണവും പ്രചോദനവും കൊണ്ടാണ്. ക്ലാസ് നടത്തുക മുതൽ തുടങ്ങുന്ന മലയാള മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ എന്നോണം നടത്താൻ സഹായിക്കുന്ന അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. ഭാഷ വരമൊഴിയായും വാമൊഴിയായും കുട്ടികളെ ധരിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നൈരന്തര്യം കൂടിയേ കഴിയൂ. പരസ്പര സംവാദത്തിലൂടെ ആശയവിനിമയത്തിലൂടെയാണ് വാമൊഴിയുടെ ശേഷി വളരേണ്ടത്. പാഠഭാഗങ്ങളുടെ അപഗ്രഥനത്തിലൂടെ വരമൊഴിയും വളർത്തിയെടുക്കണം. അക്ഷരം, വാക്ക്, വാക്യം എന്നിങ്ങനെയുള്ള ഭാഷയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പഠനമാണ് ഇപ്പോൾ നടക്കേണ്ടതും. ഈ പഠന പ്രക്രിയകൾക്കിടയിൽ ഇടവേളകൾ വന്നാൽ അതിൻ്റെ തുടർച്ച നഷ്ടപ്പെടും. അതുകൊണ്ട് ഭാഷാ പഠനത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട മർമ്മമാണ് നിരന്തരത, അല്ലെങ്കിൽ തുടർച്ചയില്ലെങ്കിൽ ഇടർച്ച തീർച്ചയായും ഉണ്ടാകും. തുടർച്ച പരിപാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കും സംഭവിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. ഉത്തരവാദപ്പെട്ട ഔദ്യോഗിക ജീവിതത്തിനിടയിലും മലയാള ഭാഷ നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കുന്ന മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള റേഡിയോ മലയാളത്തിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോയ് ആന്റണി, മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ ജോയിന്റ് സെക്രട്ടറിയും ബോസരി സെന്റ് ആന്റണീസ് പഠന കേന്ദ്രത്തിലെ അധ്യാപകനുമായി സേവനമനുഷ്ഠിക്കുന്നു. അധ്യാപനം ഒരു സേവനം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഒരു നല്ല അധ്യാപകൻ, അധ്യാപിക ഒരു മെഴുകുതിരി പോലെയാണ്. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം പകരുന്നവർ. അധ്യാപനം എന്നത് ഒരു കലയാണ്. ലോകം തന്നെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു കലാകാരനാണ് അധ്യാപകൻ. സമൂഹത്തിന് ഉതകുന്ന, രാജ്യനന്മ ഉയർത്തിപ്പിടിക്കുന്ന ഉത്തമ വ്യക്തിത്വം വാർത്തെടുക്കലാണ് അധ്യാപനം. ഓരോ സാമൂഹിക ചലനത്തിന്റെയും മാറ്റത്തിന്റെയും ഒക്കെ പിന്നിൽ
ദൃശ്യമായോ അദൃശ്യമായോ ഒരു അധ്യാപകനുണ്ടായിരുന്നതായി ചരിത്ര സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ഡോക്ടർക്ക് വീഴ്ച വന്നാൽ ഒരു രോഗി മരിച്ചേക്കാം. ഒരു എഞ്ചിനീയർക്ക് വീഴ്ച വന്നാൽ ഒരു പാലമോ കെട്ടിടമോ തകർന്ന് കുറച്ചു പേർ മരിച്ചേക്കാം. എന്നാൽ ഒരു അധ്യാപകന് പിഴവ് വന്നാൽ ഒരു തലമുറയാണ് നശിക്കുന്നത്. ലോകപ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന കവാടത്തിലെ ഒരു ലിഖിതമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. അധ്യാപകൻ ഒരു ശില്പിയാണ്, തലമുറകളെ വാർത്തെടുക്കുന്ന ശില്പി. ഒരു രാജ്യത്തിന്റെ ഭാവി ഭാഗതയും നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ഒരു തൊഴിൽ എന്നതിനുമപ്പുറം അധ്യാപനത്തിന് വളരെ ഉന്നതമായ ഒരു സ്ഥാനമാണ് സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന സ്നേഹത്തിന്റെ മന്ത്രസ്വരം അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥിക്ക് ലഭിക്കണം. അധ്യാപനം സ്നേഹത്തിന്റെ പ്രകാശനമാകണം. ഓരോ ക്ലാസ് കഴിയുമ്പോഴും പുതിയതായി എന്തോ ലഭിച്ചു എന്ന് വിദ്യാർത്ഥിക്ക് തോന്നണം. അടുത്ത ക്ലാസ്സിന് വേണ്ടി അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. കുട്ടികളെ ആകർഷിക്കുവാൻ, അവരെ ആശ്ചര്യപ്പെടുത്തുവാൻ, പുതുമ മങ്ങാതെ പഠിപ്പിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, അഭിനന്ദിക്കാൻ, അവരോടൊപ്പമായിരിക്കാൻ, മാർഗദർശനം നടത്താൻ, ദിശാബോധം പകരാൻ ഒക്കെ അധ്യാപകന് സാധിക്കണം. എങ്കിലേ കുട്ടികൾ നന്മയിൽ വളരൂ. കുട്ടികളുടെ മുന്നിൽ അബദ്ധത്തിൽ പോലും ദുർമാതൃകയായി അധ്യാപകൻ പ്രത്യക്ഷപ്പെടരുത്. ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്ന പഴമയുടെ പ്രയോഗം അർത്ഥവത്താണ്. വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പാഠപുസ്തകമായിരിക്കണം അധ്യാപകൻ. വിദ്യാലയം എന്ന വാക്കിലെ ലയം തന്നെ ശ്രദ്ധിക്കുക. അധ്യാപകന്റെയും വിദ്യാർത്ഥികളുടെയും മനസ്സുകൾ തമ്മിൽ ലയിക്കുന്നിടത്താണ് വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നത്. മലയാളം മിഷൻ അധ്യാപകരെ കുറിച്ച് 2 വാക്ക്. ഒത്തിരി നന്മകളുള്ള വ്യക്തികളാണ് മലയാളം മിഷൻ അധ്യാപകർ. ഒട്ടും പ്രതിഫലേച്ഛ കൂടാതെ സ്വന്തം സമയം, കഴിവ്, ധനമെല്ലാം തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നു. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന ആശയം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നടപ്പിലാക്കുന്നവർ. അധ്യാപനം സേവനമായി ഹൃദയത്തിലേറ്റിയവർ. കേരളത്തിന്റെ മാതൃഭാഷയും കലകളും സംസ്കാരവുമെല്ലാം ഇപ്പോഴത്തെ പ്രവാസി തലമുറയ്ക്ക് ആത്മാർത്ഥമായി പകർന്നു കൊടുക്കുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് എത്രയെത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അധ്യാപനം അതിന്റെ പരമാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും, പ്രത്യേകിച്ച് മലയാളം മിഷനിലെ ലോകമെമ്പാടുമുള്ള എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. കഠിനമായ ഭാഷയെ പൂനിലാവിന്റെ പുഞ്ചിരിയിലൂടെ ശിഷ്യ മനസ്സുകളിലേക്കെത്തിക്കുവാൻ കഴിയുന്ന അധ്യാപികയുടെ ഭാഷാദർശനം നമുക്കൊന്ന് കേൾക്കാം. റേഡിയോ മലയാളത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ബീന സജി, ജോയിന്റ് സെക്രട്ടറി, പൂനെ ചാപ്റ്റർ. മലയാള ഭാഷയും പുതിയ തലമുറയും. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ലെൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്നൊരൊറ്റക്ഷരമാണ്, മണ്ണെന്ന മറ്റൊരക്ഷരമാണെൻ്റെ മലയാളം എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ എൻ്റെ മലയാളം നമ്മുടെ അമ്മയും മണ്ണുമാണെന്നുള്ള തിരിച്ചറിവ് ഓരോ മലയാളിക്കും ഉണ്ടാവണം. ഓരോ വ്യക്തിക്കും സ്വന്തം വ്യക്തിത്വമുള്ളതുപോലെ ഭാഷയ്ക്കുമുണ്ട് അതിൻ്റെ മാത്രം സ്വഭാവവിശേഷങ്ങൾ. ഭാഷകൾ മൺമറിഞ്ഞു പോകുന്ന ദുരവസ്ഥയെക്കുറിച്ച് ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിത്. മലയാളം നാവിനും പേനയ്ക്കും വഴങ്ങാത്ത ഒരു തലമുറ ഇതിനകം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പുതുതലമുറയ്ക്ക് മലയാളം എഴുതാനും വായിക്കാനും കഴിയാതായെങ്കിൽ അത് അവരുടെ കുറ്റമല്ല. മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന വിചാരത്തിൽ ഇംഗ്ലീഷിന്റെ പിന്നാലെ അവരെ അയച്ച മാതാപിതാക്കളെയും അവരെ അതിന് പ്രേരിപ്പിച്ച സമൂഹ മനോഭാവത്തെയുമാണ് പഴിക്കേണ്ടത്. ആരോഗ്യം നന്നാവട്ടെ എന്ന് കരുതി കുട്ടികൾക്ക് മാരകമായ ഔഷധം കൊടുക്കുന്നത് പോലെയാണ് മാതൃഭാഷയുടെ ആദ്യാക്ഷരങ്ങൾ നൽകാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളുടെ മനോഭാവമാണ് മാറേണ്ടത്.
മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാതൃഭാഷ പഠിച്ചാൽ മറ്റു ഭാഷകൾ കൈപ്പിടിയിൽ ഒതുക്കുവാൻ കുട്ടികൾക്ക് എളുപ്പമാകുകയും ചെയ്യും. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച് മലയാളം മറന്നുപോകുന്ന കുട്ടികൾ സമൂഹ പ്രസ്ഥാനത്തിന്റെ ഉന്നത പദവികളിൽ എത്തുകയും മലയാളം പഠിച്ച കുട്ടികൾക്ക് അത്തരം അവസരങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആപത്കരമാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളം പഠിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന മൂഢവിശ്വാസം ചിലർക്കുണ്ട്. ഈ വിഷയത്തിൽ രക്ഷിതാക്കളുടെ മനോഭാവത്തിന് മാറ്റം വരണം. മലയാള ഭാഷയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സംസ്കാരവും പൈതൃകവും കുട്ടികൾക്ക് നൽകാനാവൂ. മാതൃഭാഷയിൽ നിന്ന് അകലുമ്പോൾ പുതുതലമുറ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും അകലുന്നു. ഏതൊരു വ്യക്തിയുടെയും ചിന്തയുടെ മാധ്യമവും വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമവും ഭാഷ തന്നെയാണ്. ഒരു കുട്ടി അവൻ പിറന്നു വളരുന്ന പരിതസ്ഥിതിയെ സ്വന്തം ഭാഷയിൽ തന്നെ മനസ്സിലാക്കിയേ മതിയാവൂ. വീട്ടുമുറ്റത്ത് വിരിയുന്ന പിച്ചയും അരിമുല്ലയും കുടമുല്ലയുമെല്ലാം വകതിരിച്ച് മനസ്സിലാക്കുവാനും അതോരോന്നിനെയും വ്യത്യസ്ത ഗന്ധത്തിലൂടെ തിരിച്ചറിയുവാനും ആ പ്രത്യേക ഭാഷാനാമങ്ങളിൽ തന്നെ അവയെ അറിയണം. അവയ്ക്കെല്ലാം കൂടി ജാസ്മിൻ എന്ന ഒരൊറ്റ പേര് പോരാ എന്ന് ചുരുക്കം. നമ്മുടെ ഭാഷാ മലയാളവും ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഏതൊരു മലയാളിക്കും അഭിമാനമുണ്ടാകേണ്ടതാണ്. എന്നാൽ എൻ്റെ മോൻ അല്ല മോൾക്ക് മലയാളം അറിയില്ല എന്ന് അഭിമാനപൂർവ്വം പറയുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കണം, കാലാന്തരത്തിൽ ആ മക്കൾ അവർക്ക് അമ്മയെയും അച്ഛനെയും അറിയില്ല എന്ന് പറയുന്നവരായി വളരുമെന്ന്. അതൊരു തിരിച്ചറിവായി തിരുത്തലായി മനസ്സിലുണ്ടാകണം. മലയാളികളുടെ പുതുതലമുറയും പരിഷ്കാരത്തിന്റെ ഭാഗമായി മലയാളത്തെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ മലയാള മിഷന്റെ രംഗപ്രവേശനം. തലമുറയെ മലയാളത്തോട് ചേർത്ത് നിർത്തുമ്പോൾ അവരുടെ വ്യക്തിത്വ വികാസനം മാത്രമല്ല, അവരുടെ ജീവിത വീക്ഷണങ്ങൾക്ക് വിശാലത നൽകുക കൂടിയാണ് ചെയ്യുക. മലയാള മിഷനിലൂടെ പുതുതലമുറയെ സാംസ്കാരിക മണ്ഡലത്തിന്റെ ജീവാംശമായി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇന്ന് ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും മലയാളം പരിശീലിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന മലയാള മിഷൻ പ്രവർത്തകരെയാണ് കാണാൻ സാധിക്കുന്നത്. അതിലൂടെ കേരളത്തിന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും ഇതര ഭാഷകളിൽ അടയാളപ്പെടുത്തുവാൻ പ്രാപ്തരായ രണ്ടാം തലമുറ എഴുത്തുകാരുടെ നിര ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ആയതിനാൽ നമ്മുടെ പുതിയ തലമുറയെ അമ്മ മലയാളത്തോട് ചേർത്ത് നിർത്തി സംസ്കാര സമ്പന്നരായി വളർത്താം. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. വിശ്രമ ജീവിതത്തിനിടയിലും മലയാള ഭാഷയെ ഒപ്പം കൊണ്ടു നടക്കുകയും നർമ്മരസത്തിലൂടെ നമ്മുടെ ഭാഷയും സംസ്കാരവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന നമ്മുടെ സോണൽ കോർഡിനേറ്ററിൻ്റെ വാക്കുകളിലൂടെ. പ്രിയപ്പെട്ട റേഡിയോ മലയാളം ശ്രോതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ EK മേനൻ, സോണൽ കോർഡിനേറ്റർ, സെൻട്രൽ സോൺ, മലയാളം മിഷൻ, പൂനെ. നാളത്തെ മലയാളം, മറിച്ച് ചൊല്ലിയാൽ മലയാളത്തിൻ്റെ നാളെ, അതായത് ഭാവി. നിസ്സംശയം പറയട്ടെ, മലയാളത്തിൻ്റെ ഭാവി തീർച്ചയായും സുശോഭിതമാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ, ചെറുശ്ശേരി, വള്ളത്തോൾ നാരായണ മേനോൻ, കുമാരനാശാൻ, ഉള്ളൂർ, ജി ശങ്കരക്കുറുപ്പ്, ONV, അക്കിത്തം, ചങ്ങമ്പുഴ തുടങ്ങിയ മഹാരഥന്മാർ ഊട്ടി വളർത്തിയ മലയാളത്തിൻ്റെ ഭാവി ഉജ്ജ്വലമാണെന്നതിൽ സംശയമേ വേണ്ട. പണ്ടാരോ പറഞ്ഞ പോലെ എവറസ്റ്റ് കൊടുമുടിയിൽ ഒരു മരമുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ പിടിച്ചു കുലുക്കിയാൽ ലുങ്കിയെടുത്ത കുറേ മലയാളികൾ കൊഴിഞ്ഞു വീഴും. അതെ, ലോകത്തിൻ്റെ ഏതൊരു കോണിലാണ് മലയാളി ചെന്നെത്താത്തത്? അതെ, മലയാളത്തിൻ്റെ ഭാവി വളർച്ച സീമാതീതമാണ്. പ്രത്യേകിച്ചും കേരള ഗവൺമെൻറ്റിൻ്റെയും അതിൻ്റെ കീഴിലുള്ള മലയാളം മിഷൻ്റെയും പ്രോത്സാഹനം മലയാളത്തിൻ്റെ വളർച്ചയെ ത്വരിതഗതിയിലാക്കാൻ സഹായിക്കുന്നു. മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. പൂനെയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും യുവതലമുറയിലേക്ക് നമ്മുടെ ഭാഷയുടെയും
കലാസംസ്കാരത്തിൻ്റെയും വെളിച്ചം പരത്തുന്നതിന് വളരെയധികം സഹായകമാണ്. യുവതലമുറയ്ക്ക് നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അവഗാഹം കുറവാണെന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ എല്ലാവരും ഒത്തുപിടിച്ചാൽ ഇതിനെ പരിഹരിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ഇതിനായി എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ഊർജ്ജസ്വലമാണ്. നമ്മുടെ കഴിവുറ്റ മലയാളത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രൊഫസർ സൂസൻ ജോർജ്, ഡയറക്ടർ മലയാളം മിഷൻ സേതു സർ, ശശി സർ, പിന്നെ നിസ്വാർത്ഥരായ മികച്ച സേവനം കാഴ്ചവെക്കുന്ന MM അധ്യാപകർ, മറ്റു പ്രവർത്തകർ എല്ലാം കൂടി വരും കാലങ്ങളിൽ ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ച് വടവൃക്ഷമായി പ്രസവിക്കുന്നത് നിസ്സംശയമാണ്. നമ്മുടെ മഹത്തായ ഭാഷയുടെയും കലാസംസ്കാരത്തെയും യുവതലമുറയിലേക്ക് പകർന്നു നൽകാനും അതിനെ പോഷിപ്പിക്കാനും നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. ഇനി വരുന്ന നാളുകളിൽ ലോകസമസ്ത സുഖിനോ ഭവന്തു, അതിഥി ദേവോ ഭവ എന്നീ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മുടെ സംസ്കാരം മഹനീയമാണ്. നമ്മുടെ പൂർവികർ അതിഥികളെ സ്വീകരിക്കുമ്പോൾ കൈകൂപ്പി നമസ്തേ പറയുന്ന ആരോഗ്യകരമായ സംസ്കാരം പണ്ടേ നടപ്പിലാക്കിയിരുന്നു. ഇതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ ഇപ്പോൾ കൊറോണ വരേണ്ടി വന്നു. മലയാള ഭാഷ മാതക സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ മതി വരുവോളം മലയാളത്തെ ഒരു ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചു കഴിഞ്ഞു. വരും നാളുകളിൽ മഹത്തായ മലയാളത്തെ ഒരു ലോകോത്തര ഭാഷയായി ലോകം അംഗീകരിക്കുമെന്നത് തീർച്ചയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. ലോകസമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം. ജയ് മലയാളം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. പൂനെ മലയാളം മിഷന്റെ ചരിത്രത്തിലൂടെ. അധ്യാപനത്തോടൊപ്പം മലയാളം മിഷൻ പ്രവർത്തനങ്ങളുടെ സിരാ കേന്ദ്രത്തിൽ സാന്നിധ്യം തെളിയിച്ച വ്യക്തി, അമ്മ മനസ്സിൻ്റെ വാത്സല്യത്തോടെ വിദ്യാർത്ഥികളെ അക്ഷരമുറ്റത്തേക്ക് ആകർഷിക്കുന്ന മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ വിദഗ്ധ സമിതി അംഗവും അധ്യാപികയുമായ അവരുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. റേഡിയോ മലയാളത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ലതാ രവി, മലയാളം മിഷൻ പൂനെ ചാപ്റ്ററിൻ്റെ കീഴിൽ 6 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്നു. കൊറോണ കാലം മലയാളം മിഷൻ പൂനെ എങ്ങനെ തരണം ചെയ്തു എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊറോണ എന്ന മഹാമാരി മൂലം ഇനി എങ്ങനെ മുന്നോട്ടു പോകും എന്ന സ്ഥിതിയിൽ പകച്ചു നിന്നുപോയ കാലം. COVID-19 ജനജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പ്രവചനാതീതമാണ്. മിഷൻ പ്രവർത്തനങ്ങളും ഏതാണ്ട് നിശ്ചലമായി എന്ന് തന്നെ പറയാം. അതെ, പകച്ചു നിന്നുപോയ പൂനെ മലയാളം മിഷൻ കുട്ടികൾക്കും അധ്യാപകർക്കും ഉയർത്തെഴുന്നേൽപ്പിന് വഴിതെളിയിച്ചുകൊണ്ട് ശശിമാഷും സേതുമാഷും പുതിയ പോംവഴികളുമായി രംഗത്തെത്തി. ദിവസവും ശശിമാഷും സേതുമാഷും തരുന്ന വിഷയങ്ങളിൽ പാഠാസൂത്രണങ്ങൾ നിർമ്മിക്കാനും കുട്ടികളുമായി സംവദിക്കാനും വീണ്ടും അവസരങ്ങൾ ഒരുങ്ങി. കുട്ടികൾ വീണ്ടും പഠന പ്രവർത്തനങ്ങളിൽ സജീവമായി. പ്രവാസികളായ എല്ലാ മലയാളികളുടെ മനസ്സിലും ഒരു പുഞ്ചിരിയുടെ ദീപം വീണ്ടും തെളിഞ്ഞു. ഇതിനു കാരണം നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ ഡയറക്ടർ ശ്രീമതി സുജ സൂസൻ ജോർജിൻ്റെ ദീർഘവീക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ്. മാസങ്ങൾ നീങ്ങി. തുടക്കത്തിലെ അന്താളിപ്പും ആശയക്കുഴപ്പവും മാറുകയും ലോക്ക്ഡൗൺ അനിശ്ചിതമായി നീളുന്നു എന്ന് മനസ്സിലാക്കിയതോടെ പൂനെ ചാപ്റ്ററും ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഓൺലൈൻ ക്ലാസുകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളത് നിശ്ചയമുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അല്ല ഭാഷാസ്നേഹം എന്നു വേണമെങ്കിൽ പറയാം, വലിയ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചു. ഇത് സാധ്യമായത് മലയാളം മിഷൻ തിരുവനന്തപുരം സംഘടിപ്പിച്ച ഡിജിറ്റൽ സ്കിൽ അധ്യാപന പരിശീലനത്തിലൂടെയാണ്.
അതിരുകളില്ലാതെ പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുകയും മാതാപിതാക്കളെ പഠന പ്രക്രിയയിൽ പങ്കാളികളാക്കാനും കഴിഞ്ഞു. ഇതുമൂലം മാതൃഭാഷയോട് മാതാപിതാക്കൾക്കുള്ള മതിപ്പ് വർദ്ധിക്കാനും കുട്ടികളിൽ താൽപ്പര്യം ജനിപ്പിക്കാനും സാധിച്ചു. ഇതിൻ്റെ ഫലമായി മലയാളം ക്ലാസ്സിലെ കുട്ടികളിൽ ഗണ്യമായ വർധനവുണ്ടായി. അതുപോലെ തന്നെ പല അധ്യാപകരും പരീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത പല ഓൺലൈൻ ടൂളുകളും ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ മാതാപിതാക്കൾക്ക് മലയാള പാഠ്യപദ്ധതിയുടെ പുതിയ രീതികളെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറി ഈ ഓൺലൈൻ മാതൃഭാഷാ പഠനം. മലയാളം മിഷൻ്റെ മാതൃഭാഷാ പാഠ്യപദ്ധതി ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ്. പൂന ചാപ്റ്ററിൻ്റെ പ്രവർത്തനവും മാതൃകാപരമായി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ തേടി മാതൃഭാഷാ സ്നേഹികളായ ഈ പൂനെയിലെ പ്രവാസികളും ഏതു പ്രതിസന്ധിയെയും നേരിടാൻ സന്നദ്ധരായി മലയാളം മിഷനുമായി കൈകോർക്കുന്നു. നന്ദി, നമസ്കാരം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.